ഗബ്രി ഒരു നല്ല ഗെയിമറാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്ര വൃത്തികെട്ട മത്സരാർത്ഥിയാണെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. അതായത് പരാജയപ്പെടുന്ന സമയത്ത് ചില സ്ത്രീകൾ വിമൺ ഗാർഡ് ഇറക്കുന്നത് പോലെ മെൻ ഗാർഡ് എന്ന് പറയുന്ന നാണം കെട്ട ഗെയിം കളിക്കാൻ ഒരുങ്ങുകയാണ് ഗബ്രി. എന്താണെന്നല്ലേ, ഇതിനു മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതേപോലെ തന്നെ ജിൻഡോയുമായിട്ട് ഒരു ദിവസം വഴക്കിട്ടപ്പോൾ താൻ എങ്ങോട്ടാ കയറി വരുന്നേ, തനിക്കെന്ന് എന്താ ലിപ് കിസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ബിഗ് ബോസ് ഇവൻ എന്നതാ ലിപ് കിസ് ചെയ്യണോ എന്ന് പറഞ്ഞു ബിഗ് ബോസ് സെക്ഷൽ ഹരാസ്മെന്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് ചെയ്ത് ഓടിച്ചാടി നടന്ന ഒരു ഗബ്രി ഇല്ലേ, ആ ഗബ്രിയുടെ ഒരു പുതിയ വെർഷൻ. ഗബ്രി ഇന്ന് ജിൻഡയുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം പറയുന്നുണ്ട്, ഇയാൾ പല സമയത്തും എന്നെ തൊടുന്നത് ശരിയായിട്ടൊന്നുമല്ല, ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞാൽ പുറത്ത് ഇയാളുടെ പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുന്ന പ്രൊഫഷൻ തന്നെ അതോടെ കെട്ടിപ്പൂട്ടി വീട്ടിയിരിക്കേണ്ടി വരും എന്നതടക്കമുള്ള ഗുരുതരമായ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. എന്താണ് സംഭവം എന്നറിയാമോ? ഇയാള് ഒരു ദിവസം എങ്ങാണ്ട് ഗബ്രിയുടെ അടുത്തിരുന്ന് സംസാരിച്ചപ്പോൾ ഗബ്രിയുടെ കാലിലെങ്ങാണ്ട് തൊട്ടു അത്ര, ഇങ്ങനെ ജാസ്മിന്റെ കാലിൽ തൊട്ട് കാണിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാരണം, ഇയാള് ഗബ്രിയുടെ അടുത്ത് പറഞ്ഞു അത്രേ, നിന്റെ ചെസ്റ്റ് ഒന്നും അത്ര സ്ട്രോങ് അല്ല, അതിന് എന്തോ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ, അത് ഇന്നലെ എന്തോ ക്ലീവേജിന്റെ കാര്യമൊക്കെ ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഇയാൾ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞു അത്രേ, നീ അത് കുറെ കൂടെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം അയാൾ ഒരു ബോഡി ബിൽഡറാണ്, ഫിസിക്കൽ ട്രെയിനറാണ്, ഒരു സെലിബ്രിറ്റി ട്രെയിനറാണ്. സ്വാഭാവികമായിട്ടും അയാൾ മനുഷ്യരുടെ ഫിറ്റ്നസിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്, അതാണ് അയാളുടെ പ്രൊഫഷൻ. പക്ഷെ അതുപോലും സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ടാണ് നമ്മുടെ ഗബ്രി കുഞ്ഞുവാവിക്ക് തോന്നിയത്. എപ്പിടി ഇருக்கு? ബിഗ് ബോസിനകത്ത് സുരേഷ് പയറ്റി ജയിച്ച ആ ഒരു ഗെയിം ഉണ്ടല്ലോ, നമ്മുടെ രതീഷിനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് കളിച്ചൊരു ഗെയിം, അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു സ്ട്രാറ്റജി, ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഗബ്രി എടുക്കാൻ പോകുന്നത്. പൊന്നുമോനെ ഗബ്രി, ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രേക്ഷകരിരിക്കല്ലേ. ഇയാൾ അവിടെ ജാസ്മിനുമായി ചേർന്ന് കാണിച്ചു കൂട്ടുന്നത് പോലെയൊന്നും അവിടെ വേറെ ആരും ചെയ്യുന്നില്ല ഗബ്രി. ഇന്നലെ നൈറ്റിൽ നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന് ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ ഗബ്രി. താങ്കൾ ആ പെൺകുട്ടിയോടൊപ്പം ചേർന്ന് കളിക്കുന്നത് പോലെ ഒരു വൃത്തികെട്ട ഗെയിം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആരും കളിച്ചിട്ടില്ല ഗബ്രി. അതാദ്യം ഗബ്രി മനസ്സിലാക്കുക, അത് പുറത്തിറങ്ങുമ്പോൾ ഗബ്രിക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ജിൻഡോയ്ക്കെതിരെ ഒരു വ്യാജമായ ഒരു കേസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, ഒരു നാണവുമില്ലാതെ മെൻകാർഡ് ഇറക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളെയൊക്കെ ആണല്ലോ എൻ്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങൾ തപ്പിയെടുത്ത് ഇതിനകത്ത് കൊണ്ടിട്ടത്. ഒരു കണക്കിന് നന്നായി, ഇവരുടെയൊക്കെ റിയൽ ഫേസ് റിവീൽ ആവുന്നത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. എന്നാലും ഇവരുടെയൊക്കെ കൂടെ ഗെയിം കളിക്കേണ്ടി വരുന്ന അവസ്ഥ, നാളെ ഇനി ഇയാൾ പറയുമല്ലോ അവൻ എന്നെ നോക്കിയത് ശരിയല്ല, അവൻ ഈ ടാസ്ക് കളിക്കുമ്പോൾ ഒക്കെ ഇവന്റെ ദേഹത്ത് തൊടാൻ പറ്റില്ല, തൊട്ട ഉടനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തോളയും. അജാതി സംഭവങ്ങളാണ് ഇവരൊക്കെ. അമ്മാതിരി കൂട്ടങ്ങളുടെ കൂടെ നിന്ന് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. സത്യത്തിൽ ജിൻഡോയൊക്കെ സമ്മതിച്ചേ പറ്റൂ. ഈ ഗബ്രിയുടെയൊക്കെ കൂടെ നിന്ന് അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ഞാനൊരു ജിൻഡോ ഫാനേ അല്ല, ഉള്ള കാര്യം ഞാൻ പറയാം. കുറെ പേര് 2-3 വീഡിയോ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് ഇട്ടാണ്ടപ്പോൾ പലർക്കും അത് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. ഞാനൊരു ജിൻഡോ ഫാനേ അല്ല. ജിൻഡോ ഒരു വലിയ വിന്നിംഗ് മെറ്റീരിയൽ ആണെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ സീസണിൽ ഇതുവരെ ആരെയും തോന്നിയിട്ടില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് വൈൽഡ് കാർഡിന് വേണ്ടിയിട്ടാണ്. മലയാളം ബിഗ് ബോസിൽ ചിലപ്പോൾ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന വൈൽഡ് കാർഡിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയുള്ള ഒരു ഗെയിമറും പേഴ്സണലി എനിക്ക് വാവ് എന്ന് തോന്നിയ ഒരു ഗെയിമർ അതിനകത്തില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, ഒരാൾ നല്ല ഗെയിമറാണെന്ന് തോന്നിയാൽ എനിക്ക് പറയാൻ ഒരു പേടിയുമില്ല. അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സമ്മർ മീഡിയ ചാനലിലൂടെ. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ജിൻഡോയുടെ കേസിൽ അതല്ല. ഇന്നത്തെ ഒരു ഇഷ്യൂവിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഗബ്രി ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ് കളിച്ചത്. ചീപ്പായിട്ടുള്ളൊരു ഗെയിം. ഗബ്രി മാത്രമല്ല, അതിന് സപ്പോർട്ടായിട്ട് ജാസ്മിൻ ഉണ്ട്. ഈ കേസ് ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സാധനം അയാൾക്കെതിരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എടാ അതിൻ്റെ പേരിലൊന്നും അങ്ങനെ പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവത്തില്ല, നീ ഒന്നും പറയണ്ട എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. കാരണം അവർക്ക് കുറച്ചും കൂടെ ഗബ്രിയേക്കാളും ബുദ്ധിയും ബോധം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഒരു ആരോപണം എടുത്ത് ഉന്നയിച്ചാൽ ഗബ്രി തീർന്നു. ഗബ്രിയുടെ ഗെയിം ഖതം എന്ന് പറഞ്ഞാൽ മതി. ജിൻഡോയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഗബ്രി ഉന്നയിച്ചാൽ കഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ നട്ടൽ നിവർത്തി കളിച്ചുകൂടെ? ഗബ്രി ജിൻഡോയുടെ അടുത്തും അതുപോലെ നമ്മുടെ റോക്കിയുടെ അടുത്തൊക്കെ ചോദിക്കുന്ന കേട്ടു, നീ ആണുങ്ങളാണോടാ, ആണാണോടാ, ആണിനെ പോലെ കളിയിടാന്നൊക്കെ. അങ്ങനെ ചോദിച്ച ഗബ്രിയോട് തിരിച്ച് എനിക്കും പറയാനുള്ളതാണ്, ആണാണെങ്കിൽ ആണിനെ പോലെ കളിക്ക്, അല്ലാതെ. ഓക്കെ, തൽക്കാലം ബൈ.